ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ് 2025 ഡിസംബർ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച. നമ്മൾ സാധാരണയായി പ്രദോഷമായി ആചരിക്കുന്നത് എല്ലാ മാസത്തിലും വരുന്ന ത്രയോദശി തിഥിയിലാണ്. എന്തിനാണ് നമ്മൾ പ്രദോഷം ആഘോഷിക്കുന്നത്? എന്തിനാണ് നമ്മൾ പ്രദോഷ വ്രതം എടുക്കുന്നത്? ആരെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പ്രദോഷം മഹാദേവ പ്രീതിക്കായിട്ടാണ് നമ്മളെല്ലാവരും എടുക്കുന്നത്. പ്രദോഷം എടുക്കുന്നത് നമ്മൾ സാധാരണ, അതായത് പ്രദോഷം എടുക്കേണ്ടുന്നതിൻ്റെ ശരിയായ വിധി അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിച്ച് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നു. അതിനുശേഷം നമ്മൾ സന്ധ്യ വരെ നമ്മളൊന്നും തന്നെ കഴിക്കില്ല. അതായത് ഉപവാസമാണ്. പകല് മുഴുവനും ഉപവസിക്കും, ഒന്നും കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ആഹാരം കഴിക്കില്ല, ഒന്നും ചെയ്യില്ല. നാമജപം അത് മാത്രമേ ചെയ്യുകയുള്ളൂ. സന്ധ്യയ്ക്ക് എല്ലാവരും തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ദീപാരാധന തൊഴുകയും ചെയ്യുന്നു. ദീപാരാധനയ്ക്ക് ശേഷം നമ്മൾ കരിക്ക്, പഴവർഗ്ഗങ്ങൾ എന്നിവ ക്ഷേത്രത്തിൽ കൊടുക്കുകയും അവിടെ നിന്നും നിവേദിച്ച് മേടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നേദിച്ചു കിട്ടുന്ന ആ കരിക്കിൻ്റെ വെള്ളം കുടിക്കുകയും ആ പഴങ്ങൾ കഴിക്കുകയും ചെയ്തിട്ട്, അതായത് ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ കരിക്കിൻ്റെ വെള്ളം കുടിക്കുകയും പഴങ്ങൾ കഴിക്കുകയും ചെയ്തിട്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മൾ ചോറുണ്ണും, അരിഭക്ഷണം കഴിക്കും. അരിഭക്ഷണത്തിൻ്റെ കൂടെ, അതായത് ചോറിൻ്റെ കൂടെ, നമ്മൾ സാധാരണ മഹാക്ഷേത്രങ്ങളിൽ അന്നദാനം കാണും. അല്ലെങ്കിൽ ചോറിന് നമ്മൾ, അതായത് നമ്മൾ ഉണക്കച്ചോറിന് നമ്മൾ രസീത് എടുത്തു കഴിഞ്ഞാൽ ഉണക്കച്ചോറ് അവിടെ നിന്നും കിട്ടും. അത് മോരോ ചമ്മന്തിയോ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. ഉള്ളി, വെളുത്തുള്ളി ഇവയൊന്നും ചേർക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ ആ വ്രതം അവസാനിക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവസിക്കാൻ പറഞ്ഞു. ആരോഗ്യമുള്ള ആളുകൾ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജലം മാത്രം കുടിച്ചിരിക്കാം, അല്ലെങ്കിൽ പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചിട്ട് നമ്മുടെ ആ വ്രതത്തിനെ ക്രമപ്പെടുത്തുക. മരുന്ന് കഴിക്കുന്നവർ കാണും, അസുഖമുള്ളവർ കാണും, ജോലിക്ക് പോകുന്നവർ കാണും, ഗർഭിണികൾ കാണും. അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരാണുള്ളത്. അവരൊക്കെ അവരുടെ ആ ശരീര പ്രകൃതിക്ക് അനുസരിച്ചിട്ട്, ആരോഗ്യത്തിനനുസരിച്ചിട്ട് അവരുടെ വ്രതനിഷ്ഠ ക്രമപ്പെടുത്തുക. സന്ധ്യാപ്രാർത്ഥനയ്ക്കാണ്, അതായത് പ്രദോഷ സന്ധ്യാപ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ സന്ധ്യാപ്രാർത്ഥന മുടക്കം കൂടാതെ ചെയ്യുക. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് വിളക്കു തെളിയിച്ച് നമഃശിവായ മന്ത്രം ജപിക്കുകയും ഭഗവാന് ഒന്നുകിൽ കരിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചിട്ട് അത് സ്വീകരിക്കാം. അതല്ലെങ്കിൽ ജലം നൈവേദ്യമായി സമർപ്പിച്ചിട്ട് അത് സ്വീകരിക്കാം. പഴങ്ങളൊക്കെ ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചിട്ട് അതും നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചോറുണ്ണാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി പ്രദോഷവുമായി ബന്ധപ്പെട്ട് എന്താണ് ഐതിഹ്യം? നമുക്കറിയാം, പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ടാണ് ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞത്. അസുരന്മാരുടെ സഹായം ദേവന്മാർ ചോദിക്കുകയായിരുന്നു. ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിൻ്റെ ഫലമായിട്ട് ദേവന്മാർക്ക് ജരാനരകൾ ബാധിക്കുകയും അതിൻ്റെ ആ ജരാനരകളുടെ ആ ബാധയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി അമൃത് ഭക്ഷിക്കണമെന്ന് പറയുകയും അതനുസരിച്ചിട്ട് അമൃത് കടയുകയുമാണ്. അതായത് അമൃതിന് വേണ്ടി പാലാഴി കടയുകയുമാണ് ചെയ്തത്. അങ്ങനെ ആ പാലാഴി മഥനത്തിൻ്റെ ഇടയ്ക്കാണ് അമൃതകുംഭം
പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഈ അസുരന്മാരെ കൂടെ സഹായത്തിനായിട്ട് വിളിക്കുന്നുണ്ട്. മഹാബലി ചക്രവർത്തിയൊക്കെ ആ സമയത്ത് പാലാഴി മഥന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആദ്യം വിളിച്ചിട്ട് ഈ അസുരന്മാർ വന്നില്ല. പിന്നീട് മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരമാണ് അസുരന്മാർ വരാമെന്ന് സമ്മതിച്ചതും. അങ്ങനെ ഈ പാലാഴി മഥനം നടക്കുന്നതിൻ്റെ ഇടയിൽ വാസുകിക്ക് വളരെയധികം ക്ഷീണമുണ്ടാവുകയും വാസുകി ഛർദ്ദിക്കാനായിട്ട് പോവുകയും ചെയ്തു. വാസുകി ഛർദ്ദിക്കുന്നത് എന്താണ്? കാളകൂട വിഷമാണ്. ഛർദ്ദിക്കുന്നതിന് മുമ്പ് തന്നെ വാസുകിയുടെ വായൊക്കെ ഇങ്ങനെ തുറന്നു, നാക്കൊക്കെ പുറത്തേക്ക് ഇങ്ങനെ നീണ്ടു വന്നു, കണ്ണൊക്കെ തുറിച്ചു. ആ സമയത്ത് തന്നെ 14 ലോകങ്ങൾക്കും ശ്വാസം മുട്ടി എന്നാണ് കഥ പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. അപ്പോൾ മഹാദേവൻ ഈ ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വാസുകി ഛർദ്ദിച്ച ആ കാളകൂട വിഷത്തെ തൻ്റെ തൃക്കൈയിൽ ഏറ്റുവാങ്ങുകയും ആ വിഷം താഴേക്ക് കളയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം ആ വിഷത്തെ സ്വശരീരത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ആ വിഷം അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ ഉറച്ചു പോവുകയും അങ്ങനെ അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു. വിഷമാണ് ഭക്ഷിച്ചത്. മഹാദേവന് ക്ഷീണമുണ്ടായി. മഹാദേവൻ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് അല്പസമയം മയങ്ങി. ആ സമയത്ത് സകല ദേവീദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും ബ്രഹ്മർഷികളും എല്ലാവരും തന്നെ മഹാദേവൻ്റെ ചുറ്റും ഇങ്ങനെ നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് നിന്നു. പാർവതീദേവിക്ക് വളരെയധികം സങ്കടവും ഉണ്ടായി. കുറച്ച് സമയത്തിനു ശേഷം മഹാദേവൻ ഉണർന്ന് എഴുന്നേറ്റു. അദ്ദേഹം ഉണർന്ന് എഴുന്നേറ്റത് ഒരു ത്രയോദശി സന്ധ്യാവേളയിലായിരുന്നു. ആ സമയത്തിനെയാണ് പ്രദോഷം എന്ന് പറയുന്നത്. അതായത് എല്ലാ ദോഷങ്ങളും അകറ്റുന്ന ആ സന്ധ്യാ സമയം. ആ പ്രദോഷവേളയിൽ അദ്ദേഹം ഉണർന്ന് എഴുന്നേൽക്കുകയും അദ്ദേഹം പാർവതീദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി ആനന്ദ നടനം ആടുകയും ചെയ്തു. നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനം അദ്ദേഹം ആടി. സരസ്വതീ ദേവി വീണമീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, എല്ലാവരും സന്തോഷിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രദോഷവേളയിൽ ആര് എവിടെയിരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുന്നുവോ അവിടെ സകല ദേവതാ സാന്നിധ്യം ഉണ്ടാകുമെന്നും എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ആ നമഃശിവായ മന്ത്രം ജപിക്കുന്ന ആൾക്ക് ഉണ്ടാകും എന്നുമാണ് വിശ്വസിക്കുന്നത്. അതാണ് പ്രദോഷ സന്ധ്യാസമയത്തെ പ്രാധാന്യം. അന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം അത് നടരാജ രൂപമാണ്. നടരാജ രൂപത്തിൽ വേണം ആ സന്ധ്യാസമയത്ത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. മഹാക്ഷേത്രങ്ങളിലൊക്കെ പ്രദോഷ പൂജകളുണ്ട്, അന്നദാനമുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പ്രദോഷം വളരെ ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നത്. പ്രദോഷ സന്ധ്യ പൂജകളുണ്ട്. അതിന് ധാരാളം ആളുകൾ പ്രദോഷ വ്രതം എടുക്കുവാനായിട്ടും പ്രദോഷ പൂജ കണ്ട് തൊഴാനായിട്ടുമൊക്കെ ധാരാളം ആളുകൾ ഓരോ പ്രദോഷ സമയത്തും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് പ്രദോഷവ്രത മഹാത്മ്യം. ഇപ്രാവശ്യത്തെ പ്രദോഷം 2025 ഡിസംബർ മാസം 2-ാം തീയതി ചൊവ്വാഴ്ചയാണ്. എല്ലാവരും അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തുകയും പരമാവധി തവണ നമഃശിവായ മന്ത്രം ജപിക്കുകയും ചെയ്യുക. സാധാരണയുള്ള മറ്റൊരു സംശയമാണ് ഏകാദശി വ്രതം എടുക്കുന്ന ആളുകൾക്ക് പ്രദോഷ വ്രതം എടുക്കുവാൻ സാധിക്കുമോ എന്നുള്ളത്. ഏകാദശി വ്രതം എടുക്കുന്ന എല്ലാവർക്കും തന്നെ പ്രദോഷവും എടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മിക്കവാറും ഏകാദശിയുടെ പാരണ വീടുന്ന അന്നായിരിക്കും പ്രദോഷം കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഏകാദശി പാരണ വീടിയതിനു ശേഷം മാത്രമേ നിങ്ങൾ പ്രദോഷത്തിലേക്ക് കടക്കാവൂ. അപ്പോൾ ഒരു സംശയം വീണ്ടും ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ രാവിലെ മുതൽ എങ്ങനെ ഉപവസിക്കും? ശരിയാണ്, രാവിലെ മുതൽ ഉപവസിക്കാൻ സാധിക്കുകയില്ല. കാരണം രണ്ടും 2 വ്രതമാണ്, രണ്ടിനും 2 ഫലസിദ്ധിയും രീതികളുമാണ്. അതുകൊണ്ട് ഏകാദശി വ്രതം
പാരണ വീടി ഭഗവാന് സമർപ്പിച്ചതിനു ശേഷം മാത്രമേ പ്രദോഷ വ്രതത്തിലേക്ക് കടക്കാവൂ. അതായത് ഏകാദശിയുടെ പാരണാ സമയത്ത് നിങ്ങൾ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കണം. അതിനുശേഷം നിങ്ങൾ പുതിയ വ്രതത്തിലേക്ക്, അതായത് പ്രദോഷത്തിലേക്ക് കടക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പാരണ വിടാതെ രണ്ടും കൂടി ഒന്നിച്ച് അങ്ങ് അവസാനിപ്പിക്കാം എന്ന നിലയിലേക്ക് പോകരുത്. ഏകാദശി വ്രതം വേറെ, പ്രദോഷ വ്രതം വേറെ. അക്കാര്യം പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കുക. ഏകാദശിയെപ്പറ്റിയും പ്രദോഷത്തെപ്പറ്റിയുമൊക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമജപം അതാണ് പ്രധാനമായും നിങ്ങളെല്ലാവരും ഓർക്കേണ്ടത്. വ്രതമെടുക്കാൻ സാധിക്കാത്ത ആളുകൾ പോലും സന്ധ്യാസമയത്ത് നമഃശിവായ മന്ത്രം ജപിക്കണം. ഭഗവാനെ നടരാജ രൂപത്തിൽ പ്രാർത്ഥിക്കണം. കഴിയുമെങ്കിൽ ഭഗവാന് ജലധാര അത് ചെയ്യണം. ദേവിക്ക് വിളക്ക്, അതായത് അല്പം എണ്ണ മേടിച്ചു കൊടുത്ത് ദേവിക്ക് വേണ്ടി വിളക്ക് തെളിയിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. കണ്ടകശനി, ഏഴര ശനി മുതലായ ദോഷങ്ങളുള്ള ആളുകൾ നിർബന്ധമായും പ്രദോഷമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്, ഐശ്വര്യദായകവുമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.